അങ്ങനെ നമ്മുടെ വേദ കോടതി വിധി വരുന്നുണ്ട്. വിക്രത്തിന് 6 കൊല്ലം ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് കോടതി വിധി വരുന്നുണ്ട്. എന്നാലും നമ്മുടെ വേദ ആരും കാണാതെ ബസ് കയറി പോവുകയാണ്. എങ്ങോട്ടാണ് പോവുകയെന്ന് അറിയാതെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ഒരു സ്ഥലം വന്ന് ഇറങ്ങുന്നുണ്ട്. എന്തായാലും അവൾ അവിടെ വെച്ച് കുഞ്ഞിനെ പ്രസവിക്കുന്നുണ്ട്. അവൾ വലിയ കളക്ടർ ആവുന്നുണ്ട്. എന്നിട്ട് നമ്മളുടെ വിക്രമാണെങ്കിൽ 6 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മുടെ വിക്രത്തിനോട് പോലീസുകാരും പറയുന്നുണ്ട്, എടാ നിൻ്റെ ശിക്ഷ കഴിഞ്ഞു, നീ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് വിക്രമാണെങ്കിൽ 6 കൊല്ലം കഴിഞ്ഞിട്ട് ഇറങ്ങി പോരുന്നുണ്ട്. വേദയാണെങ്കിൽ അവിടെ ഒന്നുമില്ല. വേദ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചിട്ട് അവൾ ആ കുട്ടീനെ പൊന്നു പോലെ വളർത്തുന്നുണ്ട്. കാരണം ആ കുട്ടി ആരുടെ മുന്നിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം അവളെ കൊല്ലില്ലേ വിചാരിച്ചിട്ട് അവൾ ആർക്കും അറിയാതെ ഇങ്ങനെ വളർത്തി വരുന്നുണ്ട്. എന്തായാലും വിക്രമും ആ നാട്ടിൽ നിൽക്കണില്ല. കാരണം വേദമില്ലാത്ത നാട്ടിൽ അവന് നിൽക്കാൻ ആഗ്രഹിക്കില്ല വെച്ചിട്ട് അവനും നാട് വിടുകയാണ്. ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം വിട്ടിട്ട് അവനും എത്തുന്നത് നമ്മുടെ വേദയുടെ നാട്ടിലേക്കാണ്. എന്തായാലും വേദയുടെ കുട്ടീനെ അവിടെ വെച്ച് പരിചയപ്പെടുന്നുണ്ട്. അവർ രണ്ടാളും കൂടുതൽ അടുക്കുന്നുണ്ട്. സ്വന്തം മകല എന്നറിയാതെ വിക്രമാണെങ്കിൽ അവളോട് കൂടുതൽ അടുക്കുന്നുണ്ട്. അവളില്ലാതെ വിക്രത്തിനും ജീവിക്കാൻ പറ്റില്ല. വിക്രത്തിന് എന്താണെന്നറിയില്ല, പെൺകുട്ടിയോട് എന്തൊക്കെയോ ഒരു അടുപ്പം തോന്നുന്നുണ്ട്. എന്തായാലും അവസാനം അവൻ വേദയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അവസാനം അവന് മനസ്സിലാവേണ്ട അതാണ് അവൻ്റെ കുട്ടീന്ന്. ഇതറിഞ്ഞിട്ട് വേദയോട് കുറേ ദേഷ്യമൊക്കെ പെടുന്നുണ്ട്. നീ എന്തിനാ എന്നോട് ഇതൊന്നും പറയാത്തെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ഇങ്ങനെയാണ് നമ്മുടെ കഥ പോകുന്നത്. ഇതുപോലുള്ള കഥാവിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.